ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാലെ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന യേശുമ്പരം നിങ്ങളെ തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശുവിൽ പ്രശസ്തമാകട്ടെ. നമുക്കുടെ നിധിയാട്ടോ ബൈബിള്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ബൈബിളിൽ കൂടിയാണ്. നമുക്ക് ഈ അനുഗ്രഹം, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം വാഗ്ദത്ത വചനങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് ആമയും പറഞ്ഞ് ഏറ്റെടുത്താൽ മതി. ബൈബിളാണ് നമ്മുടെ നിധി. അത് നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. എന്ത് പ്രതിസന്ധിയും നമുക്ക് വചനത്താൽ തരണം ചെയ്യാൻ പറ്റും. വചനം നമ്മളെ ഇപ്പോൾ തന്നെ ജമീമ എന്ന് പറഞ്ഞാൽ കൊച്ചു കണ്ടില്ല, ജയിച്ചു ഉടനെ വചനം പറയണ കേട്ടില്ലേ. അപ്പോൾ ഇപ്പോൾ കാലമൊക്കെ മാറി. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ നമുക്കറിയൂല, ഒന്നുമില്ല, ജീവനുള്ള ദൈവമാണോ എന്നൊന്നും അറിയാണ്ട് നമ്മൾ ആരാധിക്കുമായിരുന്നു. ഇപ്പോൾ ജീവനുള്ള ദൈവമാണേ. അതാണ് ഈ ബൈബിളിൽ കൂടി നമ്മളോട് സംസാരിക്കണം. ഇന്ന് വായിക്കണത് നമ്മൾ ഈ ബൈബിളിലെ സുഭാഷിതങ്ങൾ എന്നാണ് ഞാൻ വായിക്കണ. ബൈബിളിലെ സദൃശ്യവാക്യങ്ങൾ എന്നാട്ടോ. ഇതിൽ സുഭാഷിതം 31 അതിൽ 10 പറയൂ കേട്ടോ. നല്ലൊരു ഭാര്യയെ പറ്റി കേട്ടോ. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭവനം പണിയുന്നു എന്നുള്ള പോലെ നല്ലൊരു ഭാര്യയെ ആർക്ക് കണ്ടെത്താം? അവൾക്ക് രത്നങ്ങളെക്കാൾ ഏറെ മൂല്യമുണ്ട്. അപ്പോൾ നല്ലൊരു ഭാര്യനെ കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും സമ്പത്തിൻ്റെ ഒക്കെ അല്ല കേട്ടോ. ജ്ഞാനെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാവുന്ന ജ്ഞാനമുള്ളയിടത്ത് സൗന്ദര്യവും സമ്പത്തും ഒക്കെ വരും. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ക്യാരക്ടറാണ്. അപ്പം അവളുടെ ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അയാൾക്ക് നേട്ടത്തിന് കുറവുണ്ടാകുകയുമില്ല. അവൾ തൻ്റെ ആയുഷ്കാലം മുഴുവൻ അയാൾക്ക് തിന്മയല്ല നന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ആട്ടിൻ രോമവും ചണവും സമ്പാദിച്ച സ്വമനസാലെ തൻ്റെ കരങ്ങൾ കൊണ്ട് പണിയെടുക്കുന്നു. അവൾ കച്ചവടക്കാരൻ്റെ കപ്പലുകൾ പോലെയാണ്. അവൾ വിദൂരത്തുനിന്ന് തൻ്റെ ആഹാരം കൊണ്ടുവരുന്നു. അവൾ നേരം പുലരുമ്പോൾ തന്നെ ഉണർന്ന് കുടുംബത്തിന് വേണ്ടി ആഹാരം തയ്യാറാക്കുകയും ദാസിയയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അവൾ ഒരു നിലത്തിന്മേൽ കണ്ണുവെച്ചത് വാങ്ങിക്കുന്നു. അവൾ തൻ്റെ പ്രയത്നഫലം കൊണ്ടൊരു മുന്തിരത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ ഇങ്ങനെ വായിച്ചോട്ടെ, നമുക്ക് കൊതിയാകൂട്ടെ. നമ്മളെപ്പറ്റി ആകട്ടെ. ഈ വചനം നമ്മളെപ്പറ്റി ആകട്ടെ. നമ്മൾ ദൈവം ഒരു നല്ലൊരു സ്ത്രീയുടെ ക്യാരക്ടറാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിനൊക്കെ നമ്മളങ്ങനെ അനുഗ്രഹമാകട്ടെ. ജ്ഞാനമുള്ള സ്ത്രീ. അപ്പോൾ മക്കളൊക്കെ ആ ജ്ഞാനമുള്ള സ്ത്രീയുടെ ദൈവത്തെ അറിയുന്നവരായിരിക്കും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഓർക്കുക. ഇനി നമ്മുടെ മക്കളെയൊക്കെ ജീവനുള്ള ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. മതത്തിൻ്റെ കെട്ടുപാടുകളും മതം അങ്ങനെയൊക്കെ ഒന്നുമല്ല. ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായ ജീവനുള്ള യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവരുടെ ക്യാരക്ടർ തന്നെ നമുക്ക് അനുഗ്രഹമായി മാറും. അവർ ക്ഷമയുള്ളവരാവും. കോപത്തിൻ്റെ മക്കൾ പിശാചിൻ്റെ മക്കൾ, യേശുവിൻ്റെ മക്കളോ സ്നേഹത്തിൻ്റെ മക്കൾ. അപ്പോൾ നമുക്ക് സ്നേഹമുള്ള മക്കളെയല്ലേ ആഗ്രഹം. ആർക്കെങ്കിലും കോപമുള്ള മക്കളെ ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്കുടെ മക്കളുടെ ക്യാരക്ടർ നന്നാകണമെങ്കിൽ നമ്മൾ കുഞ്ഞിലേ മുതലേ അവരെ യേശുവിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാകുക എന്നല്ല കേട്ടോ. പൊട്ടത്തരാട്ടോ. ക്രിസ്ത്യൻസിൽ 90% യഥാർത്ഥത്തിൽ യേശുവിനെ അറിയണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനൊന്നും യേശുവിൻ്റെ ആഴവും വലിപ്പവും നീളത്തിന് അതിൻ്റെ ഒരു അംശം പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ. യേശുമ്പുരാൻ്റെ സ്നേഹം എന്നാ നമ്മളോട്. നമ്മൾ അറിയാത്ത കാലത്ത് നമ്മളെ ഓമന പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. നമ്മൾക്ക് വേണ്ടി നമ്മൾ പറയാണ്ട് തന്നെ നമുക്ക് വേണ്ടി പാപികളായിരുന്നു നമുക്ക് വേണ്ടി രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിച്ച ആളാട്ടോ. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് മധ്യസ്ഥ യാചിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് പിതാവീന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് മേടിച്ചു തന്നയാളാണ്. അപ്പോൾ യേശുവിനെ പറഞ്ഞ പഠിപ്പിക്കുക മക്കളെ. അപ്പോൾ ആ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശുവിൽ 3 തരമായിട്ട് അവർ പ്രശസ്തരാകും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കരാട്ടിൻ്റെ ആട്ടോ. എൻ്റെ മുടി ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകണം. ഓക്കെ ആയിട്ട് ഈ തവണ അധികം ഒട്ടിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി അധികം ഒട്ടുണ്ടെന്നേ. അപ്പോൾ ഞാൻ ഈ തവണ എൻ്റെ മുടി അധികം ഫ്രണ്ട് കുറച്ച് ഇയർ അധികം പ്രസ് ചെയ്യിക്കാണ്ട് ചെയ്ത്. അപ്പോൾ കളറ് ചെയ്തയിടമൊക്കെ ഇങ്ങനെ കരാട്ടിൻ ചെയ്യുമ്പോൾ ഭയങ്കര അതങ്ങ് ആ പരുവരുപ്പ് മാറും കേട്ടോ. എൻ്റെ മുടി പരുവരുപ്പ് പോലെ ആയിരുന്നു കളറൊക്കെ ചെയ്തിട്ടേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറും ചെയ്യാൻ നമ്മുടെ അടുത്ത് പോരാ കേട്ടോ. ഇച്ചിരിയൊക്കെ കളറിങ്ങനെ ചെയ്തിട്ടാൽ ചുമ്മാ രസമാണ്. നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം. അയ്യോ ഇത്രയും പ്രായമായല്ലോ, ഇനിയൊക്കെ കളറൊക്കെ ചെയ്ത് കിടക്കണം. അപ്പോൾ നമുക്കിവിടെ മനസ്സിന് ആഗ്രഹം കളറൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ ഫ്രോക്കൊക്കെ ഇടണമെന്ന് ആഗ്രഹം. അങ്ങനെയല്ല,
കഴിഞ്ഞ ദിവസം വൈഡ് ബ്ലസ് ചെയ്ത് ടൂർ പോയപ്പോൾ എല്ലാവരും തന്നെ ഫ്രോക്കൊക്കെയാണ്. എൻ്റെ പ്രായവും പ്രായത്തിൽ കൂടിയവരൊക്കെ ഫ്രോക്ക് ഇട്ടേക്കുക, കഫ്താന മിക്കവരും ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ എനിക്കും ഇടായിരുന്നു എന്ന്. നമ്മളിങ്ങനെ അപ്പോൾ ഇനി നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഫ്രോക്കാണെങ്കിൽ വണ്ണം അധികം തോന്നിക്കില്ല, പിന്നെ നമുക്ക് പ്രായം കുറവ് തോന്നിക്കും, നമുക്ക് കണ്ണാടി കാണുമ്പോൾ നമുക്ക് സന്തോഷമാവും. നമുക്ക് പ്രായം കൂടണം എന്ന് ആർക്കും ആഗ്രഹമില്ലോ, എനിക്ക് ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും 33 വയസ്സെന്നാണ് പറയണേ, യേശുവിൻ്റെ പ്രായം. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ ഹെയറെല്ലാം പൊട്ടി പൊട്ടി കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ കരാട്ടിൻ എന്ന് പറയണത് ഓർഗാനിക്കാണ്. നമുക്ക് മുടി കരാട്ടിൻ ഓർഗാനിക് നമുക്ക് അയൺ ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. 40 വാഷാണ് കരാട്ടിൻ പറയണത്. പക്ഷെ ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്ത്, ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ട് അധികം ബോധം കിടേണ്ട കാര്യമില്ല. നല്ലൊരു ഷാമ്പൂ, പിന്നെ നമ്മൾ എണ്ണ അയക്കണം, അതിനാവശ്യമുള്ള സാധനങ്ങൾ അത്രയേ ഉള്ളൂ. അത് ബ്രാൻഡഡ് കമ്പനി. കരാട്ടിനായാലും ഫേഷ്യൽ ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ നമ്മുടെ ദേഹത്ത് ചെയ്യുന്ന എല്ലാം, ഇപ്പോൾ ഒരു ഡ്രസ്സ് ബ്രാൻഡഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതെല്ലാം നമ്മൾ ബ്രാൻഡഡ് കമ്പനിയാണ് യൂസ് ചെയ്യാവുള്ളൂ. നല്ല ബ്രാൻഡഡിൽ ഏറ്റവും കൂടിയതാണ് ചെയ്യാവുള്ളൂ. കാരണം നമുക്കിടെ കടയിൽ മുടി ചെയ്തിട്ട് മുടി ഉണ്ടായില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം കേട്ടിട്ട് മുടി ഉണ്ടായില്ലെങ്കിൽ എന്നോട് ചോദിച്ചോ. കാരണം അങ്ങനെ ഒരിക്കലും മുടി ഉണ്ടാകാണ്ട് വരില്ല, നമ്മൾ പറഞ്ഞ പോലെ കേൾക്കണം കേട്ടോ. അപ്പോൾ കരാട്ടിൻ ചെയ്ത എനിക്കൊരു വർഷത്തോളം അടുത്ത 8-9 മാസത്തേക്ക് കിട്ടി. നമുക്ക് ഒരു വർഷത്തിലൊരിക്കലും ഇങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ചീക്ക് പോലും വേണ്ടൊന്നും കെട്ടിവെക്കാൻ പറ്റില്ല. ബാൻഡിട്ടാൽ ബാൻഡ് പോലും പൂർണ്ണ താഴ്ത്തിട്ട് വരും, അത്ര സോഫ്റ്റായി. എൻ്റെ സ്കിന്നും എൻ്റെ ഹെയറൊക്കെ വെരി ഡ്രൈയാണ്, അതുപോലെ ഡാമേജുമാണ്. ഇങ്ങനെ കളറൊക്കെ ചെയ്യണ കാരണം മുടി അങ്ങനെ ഓൾറെഡി അങ്ങനെ ആയി പോകുമല്ലോ. പക്ഷേ ഈ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്തും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കും. മുട്ട പിന്നെ നന്നായിട്ട് തിന്നും. അപ്പോൾ മുട്ടയൊക്കെ ഒത്തിരി നല്ലതാട്ടോ. മുട്ട തേച്ചാൽ മുടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉള്ളി കഴിച്ചാൽ എങ്ങനെയായിരിക്കും? ചുവന്നുള്ളി തേച്ചാൽ മുടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉള്ളി കഴിച്ചാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ പുറമെ തേച്ചാൽ നല്ലതാണെങ്കിൽ ഉള്ളി കഴിച്ചാൽ അതിൻ്റെ ഇരട്ടി നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് സിങ്കോവൈറ്റ് ബയോട്ടിനൊക്കെ ഒന്ന് കഴിക്കുക. പിന്നെ നമ്മുടെ മുടി ഊർന്നുണ്ട്, പല്ലൊക്കെ കംപ്ലൈൻറ്റ്, അപ്പം D3 ടെസ്റ്റ് ചെയ്യുക. അവർ പറയണ പോലെ D3യുടെ ഗുളിക കഴിക്കുക. പിന്നെ ഫുഡ് നന്നായിട്ട് ഇലക്കറി അത് ഇതൊക്കെ കഴിക്കുക. അപ്പോൾ നമുക്ക് ആരോഗ്യവും വയ്ക്കും. അപ്പോൾ പിന്നെ ഇന്ന് ഇത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇതുകൂട്ടിൻ്റെ നമ്മൾ ടൂർ പോയതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇറങ്ങി എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളും ടൂറ് പോവും. നമുക്ക് ഹാപ്പി ഹോർമോൺസ് ജോസ് പെരിയപ്പുറം ഡോക്ടർ പറഞ്ഞ പോലെ, എൻ്റെ ഫ്രണ്ടാട്ടോ ജെയ്മി, ജോസ് പെരിയപ്പുറം ഡോക്ടറിൻ്റെ ഭാര്യ എൻ്റെ ഫ്രണ്ടാണ് ജെയ്മി. അപ്പോൾ പറയണ പോലെ ഹാപ്പി ഹോർമോൺസ് നമ്മൾ ഇങ്ങനെ ഏറ്റവും വർദ്ധിപ്പിക്കേണ്ടത്. നമ്മൾ കൂട്ടം കൂടി ചിരിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൂറ് അതൊക്കെ വലിയ അത്യാവശ്യമാണ്. നമ്മൾ ഇങ്ങനെ മക്കളെയൊക്കെ വലുതായി അതുവരെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടോ? മക്കളുടെ കല്യാണം വരെയൊക്കെ ഒന്നുമില്ലല്ലോ. ഇനിയൊക്കെ ഉള്ള കാലം നമുക്ക് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ ടൂറിൻ്റെ ഇടാട്ടോ. അപ്പോൾ മുടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ മുടി ചെയ്യാൻ വരിക. 10 മണിക്ക് വന്നാൽ 1 മണി 2 മണിക്കൊക്കെ മുടി ചെയ്ത് തരുള്ളൂ. 4-5 മണിക്കൂർ മുടി നമുക്ക് സ്മൂത്തനിങ്ങും ഹെയർ റിലാക്സിങ്ങും ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറയണത് അധികം എനിക്ക് ഇഷ്ടം ഇപ്പോൾ കരാട്ടിനായത് കാരണം എനിക്കൊരു സാധനം ഇഷ്ടമെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിപ്പം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ്. അത് പ്രീമിയം ഐറ്റാണ്. നിങ്ങൾക്കത് ചെയ്തിട്ട് നിങ്ങളുടെ തലയ്ക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല, മുടിക്ക്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യാൻ നമുക്ക് മനോഹരമായ വീഡിയോസ് കാണാം. ഈ ഹെയർ മേക്ക് ഓവറിൽ വന്നാട്ടോ ഇതിങ്ങനെ പിരിപിരിന്നുള്ള സൈസ് മുടിയാണ്, ഫ്രിസി ആയിട്ട് ചുണ്ടികളുണ്ട്. ഇതിപ്പോൾ ആശാക്ക് തന്നെ ഒന്ന് അയൺ ചെയ്ത് വെച്ചേക്കണേ. ഇത് എപ്പോഴും D3 കുറവാണെന്നാണ് പറഞ്ഞത്. അതിൻ്റേതാണ്, വലിയ പ്രായമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാവരും പറയും പ്രായം, അയ്യോ പ്രായമായില്ലേ. പണ്ടൊക്കെ 55 വയസ്സിലാണ് വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണേ. അല്ലാണ്ട് ഇങ്ങനെ അതാണ് പ്രായം. വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണ പ്രായം 55 വയസ്സാണ്. 60-65 വയസ്സാകുമ്പോഴാണ് നര ശരിക്കും ആകുള്ളൂ. ഇപ്പോൾ 30 വയസ്സ് 25 വയസ്സാകുമ്പോൾ വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ D3 നോക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു D3 നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു പിള്ളേർക്ക് ഇതിനൊക്കെ കുറവാണ്. അപ്പം കഴിക്കണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ D3 കുറഞ്ഞാണ് ഈ ഇങ്ങനെ വൈറ്റ് ഹെയറൊക്കെ വന്നത്. അപ്പോൾ നിങ്ങളെ മുടി ചെയ്യാൻ പോവുക. ഇത് അയൺ ചെയ്തിട്ടേക്കണേ കേട്ടോ. മൊത്തത്തിൽ നല്ല ഫ്രസി ഹെയറാണ്, നല്ല ഫ്രസി ഹെയറാണ്. നമ്മളിപ്പോൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ചെയ്യണേ. കരാട്ടിൻ ചെയ്ത് ആഫ്റ്റർ കെയറും ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നാൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീയടിച്ചാൽ മതി. എൻ്റെയൊക്കെ റീയടിക്കാറായിട്ടോ. ഏറ്റവും പ്രശ്നം ഈ ഫ്രണ്ട് കളർ ചെയ്യണേ അവിടെ മാത്രം പെട്ടെന്ന്
കളർ ചെയ്യുമ്പോൾ ഇച്ചിരി ഇന്ന് ആഴ്ച മാസം ഇത്ര എൻ്റെ ഇപ്പം ചെയ്യാറായി മാസം ഇത്ര 2 പ്രാവശ്യം കളർ ചെയ്യണ്ടേ. ഈ അങ്ങനെ ഒരു കെമിക്കൽ ഇത് വന്നാൽ ഇവിടെ മാത്രം ഒരു 5-8 മാസം ആകുമ്പോഴത്തേക്കും ചീത്തയാവുള്ളൂ. അപ്പോൾ എല്ലാ പുറത്തുനിന്നുള്ളവരും ഇങ്ങനെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. മുടി പനങ്കല പോലെ ആയിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഏറ്റവും അപ്ഡേഷനായിട്ട് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിസ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഈ കളർ ചെയ്യാനുണ്ട്. അടുത്ത ദിവസം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയുടെ ഇടാം. അപ്പോൾ ഇതിന് ശരിക്കും ഭയങ്കര നല്ല ഓളിയുള്ള മുടിയാണ്. ആ കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഓളിയും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. നല്ല പാടുക ചെയ്യാൻ, നല്ല ഫ്രഷ്. ഇങ്ങനെ ആഫ്റ്റർ കെയറിൻ്റെ യൂസിൻ്റെ കുറവൊന്നും പറ്റിയില്ല. ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിടെ ആ ഫ്രഷ്നെസ് മുടിയിൽ പാടെ മാറും. കാരണം എൻ്റെ മുടി ഒത്തിരി ഫ്രഷ് ഭയങ്കര ഡ്രൈ ആകും. എണ്ണ ഇങ്ങനെ വെച്ചാൽ താഴ് കുറഞ്ഞു. എൻ്റെ ഈ ആഫ്റ്റർ കെയറിൽ കുളിച്ചാൽ ഞാൻ അതിൻ്റെ ഡ്രൈനെസ് മാറ്റി. അപ്പോൾ ഈ മുടിക്കൊന്നും കുഴപ്പമുള്ള മുടിയല്ല, തിക്നെസ് ഉള്ള മുടിയാണ്. അപ്പോൾ ഈ കളർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ടിരിക്കും. നല്ല ഭയങ്കര ഇപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ ഇഷ്ടപ്പെട്ടപ്പോൾ മോൻ കാണിക്കൂല. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇതിലൂടെ കാണാം. അപ്പം ഇങ്ങനെ ചെയ്യാനുള്ളവർ പോലെയൊക്കെ ചെയ്തേക്കണ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിസ് ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. അത് കാരണം നമ്മൾ നാനോ പ്ലാസ്റ്റിക് ആയിരുന്നു ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. കരാട്ടി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കരാട്ടിൻ്റെ പല ഭേദങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതിൻ്റെ ഇതാണ് ഇപ്പം നിലവിൽ. എല്ലാം ബ്രാൻഡഡായിട്ട് കരാട്ടി യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൊള്ളൂരെന്നൊക്കെ പറയണം. കരാട്ടിന് എപ്പോഴും ബ്രാൻഡ് കമ്പനിയുടെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ മുടി ചെയ്യാനുള്ളവർ ഇങ്ങനെ ചെയ്ത് ഇടുക. നമുക്ക് ആ മുടി തന്നെ ശരിയായി നമുക്ക് തലയ്ക്ക് പകുതി ഇങ്ങനെ ഭാരം കുറയും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോരെ. അപ്പോൾ പിന്നെ ഫേഷ്യൽ ഇതിലൊക്കെ ഈ മാസം 31 മാർച്ച് 31 വരെ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അതൊക്കെ ബെനിഫിറ്റുകളെല്ലാം യൂസ് ചെയ്യുക. ശരിയത് ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ വന്നതാണ്. ഈ മുടി നല്ല മുടിയൊക്കെ ആട്ടോ. പിന്നെ കൊച്ചല്ലേ, മധുര 17 അപ്പോൾ തിളയ്ക്കുന്ന പ്രായമല്ലേ, രക്തം തിളയ്ക്കണേ. ഈ പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കും ഞങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഇന്ന് മുടിയില്ലാത്തവരില്ല. ഉള്ളിൽ നിന്ന് ചുമ്മാ അരിവാളിനെ കത്രിക പോലും ഓരോരുത്തരെ വീട്ടിൽ കാണാം. അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അത്രയും ഇപ്പം ഇങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഈ മുടി പക്ഷെ ഡ്രൈ ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. മെയിൻ D3 പണ്ടൊക്കെ വെയിലും ഉണ്ടാണ്ട കളിയൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കളിക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പോരായ്മ ഇങ്ങനെ ആരോഗ്യ പോരായ്മയാണ്. ചക്ക, മാങ്ങാപ്പഴം, ഹീമോഗ്ലോബിൻ അതൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കരാട്ടിനാണ് ചെയ്യാൻ പോണേ. അത് കരാട്ടിൻ നാനോ പ്ലാസ്റ്റിയ ആർന്ന് പണ്ട് ചെയ്തോന്ന് അതിൻ്റെ അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ. ഏറ്റവും അപ്ഡേഷൻ ആട്ടോ. നമ്മളെ പണ്ടൊക്കെ ഏറ്റവും അത് ചെയ്തതിൻ്റെ പേര് വന്നു. അത് ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് ബോട്ടോസ് ആയിരുന്നു, പിന്നെ നാനോ പ്ലാസ്റ്റിക് ആയി, പിന്നെ ഇത്. അപ്പോൾ ഇതിൽ ഇനി അടുത്തത് ഇതിൻ്റെ വലിയത് വന്നാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതിൻ്റെ അതിമനോഹരമാകുന്ന കാഴ്ച, പരസ്യത്തിന് വെല്ലുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. കൊച്ചെ ഒന്നാതെ പഠിക്കാൻ പോവുക. അപ്പോൾ കൊച്ചിന് അത് കെയറിങ് ഒത്തിരി അനുഗ്രഹമായിരിക്കും. പിന്നെ മുടിയും ചീപ്പറക്കൊന്നും നടക്കണ്ട. അതൊരു വലിയ അനുഗ്രഹമായിട്ട്. ഇത് ചെയ്തിട്ട് പിന്നെ ചെയ്യാണ്ടേ പറ്റൂല. നമുക്കിങ്ങനെ ഒരു ഇതിലൊക്കെ ഭയങ്കര ലുക്കും വരും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മിററിലൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക്. 70% നമ്മുടെ മേക്കപ്പ് കറക്റ്റ് ആവും. പിന്നെ ഇച്ചിരി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടൊന്ന് കണ്ണു എഴുതിയാൽ മേക്കപ്പ്. ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ ഫൗണ്ടേഷൻ പോലും ഇടാറില്ല. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണം പോലെ ആവുമെന്ന്. അടിപൊളിയായില്ലേ, കണ്ടാൽ നാച്ചുറലായിട്ട് തന്നെയല്ലേ തോന്നണേ. ഭയങ്കര സോഫ്റ്റായി. ഇപ്പോൾ ഫ്രഷ്നെസ് ഇല്ല, ഇങ്ങനെ ഒഴുകി കിടക്കണം. അടിപൊളിയായിട്ടില്ലേ നോക്കി. ഇങ്ങനെ പരസ്യത്തിൽ കിടക്കണ പോലെ നിങ്ങളുടെ മുടിയാവും കേട്ടോ. അപ്പോൾ വന്ന് ഇത് കരാട്ടിന ചെയ്തേക്കണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. കരാട്ടിനാണ് നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിടന്നോളും. അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യൂട്ടോ. ഏത് ചെയ്താലും തലേന്ന് കിളത്ത് വരുന്നത് നോർമലായി വരുള്ളൂ. അതൊരു 5-8 മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ വരെ നോർമൽ വരും. പിന്നെ
ഈ മോളൊക്കെ പുറത്തോട്ട് പോയി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കരാട്ടം ചെയ്താൽ മതി. അതുവരെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് മുടി സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ. പിന്നെ കരാട്ടിനാകുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നൂല, തലേന്ന് കെളുത്ത് വരുന്നത് ഇതുകൂടെ. മറ്റേ സ്മൂത്തനിങ്ങിനേക്കാൾ ഇച്ചിരി ഡിഫറൻസ് വ്യത്യാസം വരും. പക്ഷെ വ്യത്യാസം എപ്പോഴും വരും കേട്ടോ. പൊട്ടിയ മുടിയൊക്കെ നമ്മുടെ നാച്ചുറൽ മുടി ഇങ്ങനെ നമ്മൾ ഫുഡും വിറ്റാമിൻ ഗുളികകളും ഒക്കെ കഴിച്ചാൽ പൊട്ടൽ കുറയുകയും ചെയ്യും, D3 എടുക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞത്, കേൾക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ മുടി ചെയ്യാൻ പോലെ. അപ്പോൾ അതീവ മനോഹരമായിട്ട് മുടി ഇങ്ങനെ കിട്ടിക്കോളും. കൊച്ചിന് മുടി ഭയങ്കര നീളത്തിലുണ്ടാകുന്ന കൊച്ചിന് ഡൊണേറ്റ് ചെയ്തതാണ്, നല്ല മനസ്സുള്ള കൊച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ നീളമൊക്കെ ഇത് മതി, എന്തിനാ ഇങ്ങനെ കെട്ടാൻ സൗകര്യമുണ്ട്. ഒത്തിരി നീട്ടണേക്കാളും നല്ലത് ഉള്ള മുടി നല്ല ഗ്ലാമറിൽ ഇങ്ങനെ ആണെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മാസം ക്രിസ്മസ് ഓഫർ എല്ലാത്തിനും നമുക്ക് 25% ഉണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് 15% ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഓഫറും കിട്ടും, എല്ലാം ഒന്ന് സുന്ദരി ആവുകയും ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ പെട്ടെന്ന് പോരെ. ആദ്യമായിട്ട് മുന്തിരിത്തോട്ടം കാണാൻ ബിഷപ്പായി തോട്ടം കാണാനുള്ള ഭാഗ്യം തന്നതിന് ദൈവം പച്ച ജമേ പുഴുണ്ടോ? വെള്ളം ചാറുണ്ട്. ഞാനെന്താ അറിയുന്നേ ഇത് പച്ചയാണോ? ഇത് പഴുക്കുമായിരിക്കും. അതാണ് അതല്ല ഇത് തന്നെയാണ്. അതൊന്ന് മൂത്തോട്ടെ. ഇത് പിഞ്ചാന്നേ. ഇതിന് പലതരം കിടപ്പുണ്ട്, അതിനൊക്കെ കളർ മാറ്റില്ല, പച്ച തന്നെയാണ്. ഇത് പിഞ്ചാകുമ്പോ മൂക്കടേ ഉള്ളൂ. 500 രൂപ ഫൈൻ. എന്ത് ചോദിച്ചപ്പാ സോറി, എന്നാന്നറിയാനാ പച്ചയാണോ പഴുത്ത? അയ്യോ അത് പച്ചയാണ്. അങ്ങനെ അറിയാൻ പറ്റില്ല. ക്യാമറ ഉണ്ടോന്ന് നോക്കട്ടോ ചേച്ചി, എല്ലാം രുചിച്ചു കൊടുമ്പുടി. ചേച്ചി 500 ഫയലാണ്. മീൻ കറി വെക്കാം. 500 രൂപയോ? ഇതിലിട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ എത്തിക്കണേ. എന്തോരം മുന്തിരിക്കാണ്. നല്ല രസമല്ലേ മുന്തിരിക്ക? അയ്യോ എന്ത് രസമല്ലേ. തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷെ തിന്നാനുള്ള 500 രൂപ ഫൈൻ അടിക്കും അവര്. ഇത് നമുക്ക് തേയില ഇച്ചിരി കിള്ളിയാലോ? ദൈവമേ എല്ലാം അടിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം, അല്ലെങ്കിൽ വായിലിട്ട് നോക്കാറുണ്ട്. തേയില കിള്ളി ഇച്ചിരി കൊണ്ടുപോയി ചായപ്പൊടി ഉണ്ടാക്കി ചായ കുടിക്കണം എനിക്ക്. വരൂ കുട്ടികളെ, വരൂ കുട്ടികളെ, വരൂ ഓരോന്നും വരൂ. ദീപിക വരൂ, ലീലാമ്മക്കുട്ടി വരൂ, രാധാമണിക്കുട്ടി വരൂ, ദീപികയുടെ അനിയത്തി വരൂ,
മുള്ളമ്പി ഹായ് പറഞ്ഞിട്ട് പോ. ഹായ് പറഞ്ഞിട്ട് വെക്കോ. അവിടെ ഹൈ അല്ല, വേഗം അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞിട്ട് പോ. നീ ഹായ്ക്കാര് വന്നില്ലല്ലേ? അപ്പൊ എല്ലാരും ഉണ്ട്, പകുതി ജനങ്ങൾ ഇതോടുന്ന് വന്നോളൂ. അപ്പൊ ശരി, അതാ കൂടിപ്പോയോ? സീനറിയുടെ ചേച്ചി സീനറി മേളത്തെ ആ കൊച്ചേ, ഞാൻ സീനറി കാണിക്കണ പോലെ ഒന്ന് ക്ലിക്ക് ചെയ്തില്ലോ. ഓക്കെ. ഓ ഞാനും വെക്കല്ലേ. കൊമ്പൊന്ന് പിടിക്കാട്ടോ. വാറ്റിന്റെ പണ്ട് നമ്മള് വണ്ടി ഉണ്ടാക്കണ ഇതും കൊണ്ടല്ലായിരുന്നോ? ഇതിന്റെ കൊമ്പടിച്ചല്ലേ എന്നെ കടിക്കുന്നത്. പണ്ട് വണ്ടി, അയ്യോ വണ്ടി ഓടിക്കണ പോലെ. അധികം പിടിച്ചാർന്നു കൊടുക്കും. ഓയില്ലേ അമ്മയെ സൺസെറ്റ് കാണാൻ എന്തിനാ നമ്മൾ കന്യാകുമാരിക്ക് പോണേ? അയ്യോ, ആ സൺസെറ്റിന്റെ ഭംഗി കിട്ടിയില്ലേ? അയ്യോ, ഈ സമയത്തിന്റെ ഇത്രയും ക്ലിയർ ആയിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് വരും കേട്ടോ. ഞാൻ പിടിച്ചേ, ഞാൻ എൻ്റെ ഫോൺ എടുക്കാം, ഒരു മിനിറ്റ്. നമ്മൾ താഴ്ചാടുവോ? പാട്ടൊക്കെ നമുക്ക് പിന്നെ ഇടാം. കിട്ടണ്ടാ? രാത്രിയാവും, ഞാൻ വിളിച്ചാട്ടോ. കമ്പോണിക്കാവായിരിക്കും. सांसें
പമ്പയിലെ കുഞ്ഞോളങ്ങൾ മാടി മാടി